ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഓണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓണ ഫോട്ടോഷൂട്ട് നടത്താൻ പോവാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ അബിയും എബിയും പിന്നെ അമുലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫോട്ടോഷൂട്ട് എടുക്കാനായിട്ട് ഒരു ലൊക്കേഷൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമ്മളിവിടെ അടുത്ത് തന്നെ ഉള്ള ഒരു അമ്പലമാണ്. അപ്പൊ അങ്ങോട്ട് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് പോണ വീഡിയോ ആണ് നിങ്ങൾ ഇനി കാണാൻ പോണത്. അപ്പൊ നമുക്ക് വീഡിയോയിൽ കാണാം. നമ്മള് ഫോട്ടോ എടുക്കാൻ വന്നതും മഴ പെയ്ത് തുടങ്ങി. മൂഞ്ചി ഗൈസ്. അപ്പൊ നമ്മള് ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് വന്നു, പക്ഷെ നല്ല മഴ പെയ്യാണ്. അപ്പൊ നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് നമുക്കൊരു അതിഥി വന്നിട്ടുണ്ട്, അമൽ സൈമൺ. അപ്പൊ നമുക്ക് കുറച്ച് ബാംഗ്ലൂരിലെ കഥകളൊക്കെ കേട്ട് കാറിൽ മഴയും കൊണ്ടിരിക്കാം. അമലപ്പോ എന്ത് പറയുന്നത്, ബാംഗ്ലൂരൊക്കെ എങ്ങനെ പോണു? ബാംഗ്ലൂർ വേറെ മൂടല്ലേ മച്ചു, സെറ്റാണ് ബാംഗ്ലൂര്. ബാംഗ്ലൂർ ഓണാഘോഷം ഉണ്ടായില്ലേ? ആ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ കൂടാൻ നിന്നില്ല. അത് ഞാൻ ഇവിടേക്ക് പോകുന്നില്ലേ. അവിടെ ആണെങ്കിൽ 5-ാം തീയതി 6-ാം തീയതി എന്താണ് ഓണ സെലിബ്രേഷൻ. ഞാൻ ഇവിടേക്ക് പോകുന്നില്ല. അപ്പൊ എത്തിനും ബാംഗ്ലൂർ എങ്ങനെയുണ്ട്? മലയാളീസ് ഒക്കെ ഉണ്ടോ? ബാംഗ്ലൂര് മലയാളീസും ഫുൾ മലയാളീസ് അല്ലേ മടിവാളെ ഫുള്ള്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫുള്ളും മലയാളി. കളക്ഷനോ? ലോട്ട് ഓഫ് കളക്ഷൻസ്. ജോലിയൊക്കെ എങ്ങനെ പോണതിന്റെ? ജോലി ഫുൾ സ്ട്രെസ് ആണ് മച്ചു. ഫുൾ ടൈം ജോലി റൂം. ഈ ബാംഗ്ലൂരുള്ളവരൊക്കെ ഡ്രഗിനും MDMA ഒക്കെ അഡിക്റ്റ് ആണെന്നൊക്കെ ഉണ്ടല്ലോ, അത് കറക്റ്റ് ആണോ? നിന്റെ അഭിപ്രായത്തിൽ എന്താ? നിന്റെ അഭിപ്രായത്തില് എന്നാ, നന്നാവണെങ്കിൽ നന്നാവാം, ചീത്തയാവണെങ്കിൽ ചീത്തയാവാം. അത് ഓരോരുത്തരുടെ ചോയ്സ് ആണ്. നമ്മളെവിടെ പോയാലും നമ്മളെങ്ങനെ ആയിരിക്കണോ എന്നുള്ളതിലാണ് കാര്യം, അല്ലെ? നിനക്ക് ഈ യൂട്യൂബിലെ സബ്സ്ക്രൈബേഴ്സിനോട് വ്യൂവേഴ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഷെൽബിന്റെ സബ്സ്ക്രൈബേഴ്സിന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ മൂഡല്ലേ? മൂടാണ്. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോക്കെല്ലാം വോയിസ് ഉണ്ടായിരുന്നു, പക്ഷേ എന്തോ ടെക്നിക്കൽ പ്രശ്നം കൊണ്ട് നമുക്ക് വോയിസ് മാത്രം കിട്ടിയില്ല. അപ്പോൾ ഈ സാങ്കേതിക പ്രശ്നമൊക്കെ അടുത്ത വീഡിയോയിൽ പരിഹരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ ഭംഗിയായിട്ട് തീർത്തു. നല്ല അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളെടുത്ത ഫോട്ടോസും വീഡിയോസൊക്കെ ഇതിനകത്ത് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം. അപ്പൊ ഇത് ഫോട്ടോ എടുത്തപ്പം ഒരു 100-200 ഫോട്ടോ എങ്കിലും എടുത്തതിൽ ഏറ്റവും കൂടുതൽ എടുത്തേക്കണ ആള് അമലിന്റെ ആണ്. നമ്മളെ താറിന്റെ ഫ്രണ്ടിൽ വെച്ചെടുത്താലും അമ്പലത്തിന്റെ ഫ്രണ്ടിൽ വെച്ചെടുത്താലും എല്ലാ സ്ഥലത്തും ഒരു 50-60 എങ്കിലും ഫോട്ടോ ഇവര് കാണാം. അപ്പൊ അതിനെ പറ്റി നിനക്ക് എന്താ പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. ഇന്ന് വൈകുന്നേരം കാണാം. ഇൻസ്റ്റ ഫുള്ള് ഞാൻ കത്തിക്കും. ഇൻസ്റ്റ കത്തിക്കുന്ന ആള് പറഞ്ഞേക്കണേ, കാരണം ഇന്ന് 200 ഫോട്ടോ ഇടാൻ പറ്റും നിനക്ക് ഇൻസ്റ്റ. 200 ഫോട്ടോ ഒന്നുമില്ല, കൂടെ ഒരു 4 ഫോട്ടോ 200/4 എന്തോ എത്ര 50. ഓക്കെ. അപ്പൊ ഇൻസ്റ്റ കത്തിക്കുന്ന പറയണേ. അപ്പൊ നമുക്ക് എല്ലാവരും അമൽ സൈമന്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യാ. ഇൻസ്റ്റ കത്തിക്കുന്ന അവിടെ കാണാം. ചിലപ്പോ നിങ്ങൾക്ക് വല്ല ഹാങ്ങോ അല്ലെങ്കിൽ ഒരു 6 മണിയാകുമ്പോ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാൻ പറ്റാതൊക്കെ വരും. അത് ഒന്നും പേടിക്കണ്ട, ഇവൻ ഫോട്ടോ ഇട്ടതിന്റെ ഭാഗമായിട്ടായിരിക്കും. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ കാണാം. അപ്പൊ ഓണത്തിന്റെ ഫോട്ടോഷൂട്ടിന്റെ ഭാഗമായിട്ട് നമ്മുടെ കൂടെ വേറൊരാൾ കൂടി വന്നു ചേർന്നിട്ടുണ്ട്, അലക്സ് ഷുക്കൂർ. ഞാൻ ഈ മുണ്ട് വാങ്ങിക്കാനായിട്ട് നമ്മുടെ ടൗണിൽ പോയപ്പോ ഇവരെ കണ്ടു. ഇവന്റെ അടുത്ത് പറഞ്ഞു ഫോട്ടോ എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഓടി വന്നാണ്ട് ആള് വലിയ മുതലാളിയാണ്. റോയൽ ഷെഫ് കാറ്റേഴ്സ് എന്ന് പറഞ്ഞ കാറ്ററിംഗിന്റെ ഒക്കെ മുതലാളിയായിട്ട് വരും. അപ്പൊ ഓണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് അവരോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. എങ്ങനെ ഓണം? നിന്റെ ഓണം എന്തോണം? നമുക്ക് നാളെ സദ്യ ഉണ്ട് നമ്മുടെ ഷോപ്പില്, അതന്നെ ഓണം. എങ്ങനെ സദ്യയൊക്കെ അടിപൊളിയായിട്ട് പോകണ്ടപ്പം? കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇന്നോട്ട് സദ്യ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് എല്ലാവർക്കും നമ്മൾ ഫ്രീ ആയിട്ട് പൈസ കൊടുക്കുന്നുണ്ട്. ഊണയക്കണ എല്ലാവർക്കും ഇന്ന് ഫ്രീ ആയിട്ട് പൈസ. അപ്പൊ റോയൽ ഷെഫ് കാറ്റേഴ്സ് ആണ് കടയുടെ റോയൽ ഷെഫ് ഫുഡ് കോർട്ട്. റോയൽ ഷെഫ് ഫുഡ് കോർട്ട് എന്നാണ് കടയുടെ പേര്. അപ്പം ഇന്ന് അവിടെ സദ്യക്ക് ചെല്ലുന്ന എല്ലാവർക്കും പായസം ഫ്രീ ആയിട്ട് കൊടുക്കും. മാത്രമല്ല അവരുടെ സദ്യയും പായസവും അടിപൊളിയാണ്, എല്ലാവരും പോയി ട്രൈ ചെയ്യേണ്ടതാണ്. ഓക്കെ. പിന്നെ ഫുഡിനെ പറ്റി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്? ഫുഡിനെ പറ്റി എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നാലെല്ലാരും ഓണാഘോഷിക്കാണ്. എല്ലാവർക്കും അപ്പൊ ഹാപ്പി ഓണം. റോയൽ ഷെഫ് കാറ്റേഴ്സിന്റെ വക, റോയൽ ഷെഫ് മുതലാളിയുടെ എല്ലാത്തിന്റെയും വക ഹാപ്പി ഓണം. ഓക്കെ. വേറെ ഓണായിട്ട് വേറെ നിനക്ക് എന്താ പറയാനുള്ളത്? ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോടും വ്യൂവേഴ്സിനോടായിട്ട് ഓണായിട്ട് ഞാൻ പറയുന്നത്, എന്താണ് പെട്ടെന്ന് ഓണം എന്ന് പറയുമ്പോ നിനക്ക് മനസ്സിൽ നാളെ നമുക്ക് എല്ലാരും കൂടി ഒരു 1.5 അടിക്കാം എന്നുള്ളതാണ് മനസ്സിൽ വരുന്നത്. 1.5 അടിക്കുക, 10 അടിക്കുക എന്നുള്ളതാണ് ഓണം എന്ന് പറയുമ്പോ. നമ്മുടെ എല്ലാവരും സാധാരണ എല്ലാ
ഈ പ്രായത്തിലുള്ള ആമ്പിള്ളേരുടെ ഒക്കെ മനസ്സിൽ വരാം. നാട്ടിലെ പിള്ളേരൊപ്പം ഒരു 1.5 അടിക്കാൻ പ്രത്യേക സുഖം തന്നെയാണ് ഓണത്തിന്റെ അന്ന്. കാരണം ഇപ്പൊ എല്ലാവരും UK-യിലും കാനഡയിലൊക്കെയാണ്, പിള്ളേരൊക്കെ ഇടാനില്ല. നമ്മളിപ്പോ 5-6 പേരെ ഉള്ളൂ ഇവിടെ. അപ്പൊ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ട് 2 ടൂർണമെന്റൊക്കെ അടിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ ചിക്കൊക്കെ എന്താ പറയണു? ചിക്കില്ലടാ, ലൈൻ കട്ട്. അപ്പൊ ഓണത്തിന്റെ ഫോട്ടോഷൂട്ടിന്റെ ഭാഗമായിട്ട് എബി നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം ഈ പ്രാവശ്യത്തെ ഓണത്തിനെ പറ്റി എബിക്ക് എന്താ പറയാനുള്ളതെന്ന് നമുക്ക് ചോദിക്കാം. അപ്പൊ എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പഴയതുപോലെ ഒന്നല്ല ഓണം. സാധനങ്ങൾക്ക് വില കൂടിയില്ലേ? വെളിച്ചെണ്ണയ്ക്കാണെങ്കിലും ഇപ്പൊ പഞ്ചസാരക്കാണെങ്കിലും എന്തൊരു വിലയാ. വെളിച്ചെണ്ണയ്ക്ക് പഞ്ചാരക്കൊക്കെ നല്ല വില. ഷർട്ടിനാണെങ്കിലും കൊടുക്കത്തെ വിലയായി. ഈ മുണ്ടിന് 140 രൂപ. പൂ വാങ്ങാനാണ് കൊടുക്കത്ത പൈസ. മൊത്തത്തിൽ ആകെ അവസ്ഥകളൊക്കെ മോശമാണ്. ഇപ്പൊ നമുക്ക് എന്നാലും ഓണം ആഘോഷിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം കേരളീയരുടെ പ്രധാന ഒരു ആഘോഷമാണ് ഓണം. അപ്പൊ നമുക്കത് അടിപൊളിയായിട്ട് നടത്തണം. പണ്ടുള്ളവർ പറയുന്നോട് കാണും വിറ്റായാലും ഓണം ഉണ്ടോന്നാണ്. അപ്പൊ നമ്മൾ ഉള്ളത് കൊണ്ടായാലും ഓണം ആഘോഷിച്ചിരിക്കണം. പിന്നെ എന്താന്ന് വെച്ചാൽ ഏറ്റവും വലിയ പോരായ്മ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരില്ല. അതെ, അതുകൊണ്ട് തന്നെ പഴയ പോലെ ഒരു ആഘോഷമില്ല. അതെ, പണ്ടത്തെ പോലെ ഇപ്പൊ എല്ലാവരും UK-യിലും കാനഡയിലൊക്കെ ആയതുകൊണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ നമുക്കൊരു 10-20 പിള്ളേരൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ. പക്ഷെ ഇപ്പൊ അത് 5 പേരായി. ഈ 5 പേര് വെച്ച് വേണം ഈ പ്രാവശ്യത്തെ ഈ 2025 ഓണം ആഘോഷിച്ച് തീർക്കാനായിട്ട്. അപ്പൊ അതാണ് ഏറ്റവും വലിയ പോരായ്മയായിട്ട് എനിക്കും പറയാനുള്ളത്, നമുക്കും പറയാനുള്ളത്. അതെ, പിന്നെന്താണുള്ളത്? പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാ പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ കാലാവസ്ഥ നമുക്ക് അനുയോജ്യമല്ല. മഴ വരും പോവും, ഇടയ്ക്ക് നല്ല വെയിലാവും, അങ്ങനെയാണ്. അതെ, അതുകൊണ്ട് തന്നെ ഇപ്പൊ പൂക്കളൊക്കെ കുറവാണ് എല്ലായിടത്തും. പൂക്കൾ കുറവാണ്. പിന്നെ വേറെ ഓണത്തിന്റെ ആഘോഷങ്ങളെ പറ്റി ചിക്കൊക്കെ ചിക്ക് കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പോണു. ഉണ്ടാവുന്ന അറിയില്ല, എന്നാലും അങ്ങനെയൊക്കെ പോണു, കുഴപ്പമില്ല. പിന്നെ ടണ്ണമ്പലിനെ പറ്റി ടണ്ണമ്പല് നമുക്ക് എന്തായാലും ഇപ്പൊ ഓണക്കില്ല, നാളെ എല്ലാവരും ഓരോ ചെറുതൊക്കെ അടിച്ചിരിക്കും. ഇപ്പൊ ലൈഫല്ലേ ഉള്ളൂ, ചെറുതടിക്കുക, ആഘോഷിക്കുക. പിന്നെ ഈ സമയത്ത് നമുക്ക് ഒരാളെ പ്രത്യേകം എടുത്തു പറയാനുണ്ട്. നമ്മുടെ അലക്സ് നമ്മുടെ പട്ടാളക്കാരനാണ്. അവന് നമ്മൾ ഈ സമയത്ത് ഓർക്കുന്നു. അവൻ രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിക്കാൻ പോയാണ്. നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ ഇപ്പൊ ആർമിയിലാണ്. ഇപ്പൊ ഓണത്തിന് ഉണ്ടാവേണ്ടായിരുന്നു, പക്ഷെ ലീവ് കഴിഞ്ഞ് തിരിച്ചു. അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ അലക്സിനെ നന്ദിയോടെ ഓർക്കുകയാണ്. അവനുണ്ടാക്കി തിരുവനന്തപുരം കാര്യങ്ങൾ കാര്യമൊക്കെ അവൻ മെയിനായിട്ട് നോക്കിയാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഓണം. അലക്സ് ഹാപ്പി ഓണം. അപ്പൊ നമ്മുടെ ഫോട്ടോഷൂട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞ് ചായപ്പീടിയിൽ ചായ കുടിക്കാൻ വന്നേക്കാം. അപ്പൊ എല്ലാവരും ഉണ്ട്, നമുക്ക് ചായ കുടിച്ചിട്ടും വരാം. ബായോ. എബി നല്ല ദാഹുലേ? അബിക്ക നിനക്കാ? എനിക്ക് നല്ലതാവുണ്ട്. നല്ല ആംബിയൻസ് ഒക്കെ ആട്ടോ. ഷോപ്പ് കാണിച്ചു തരാവേ. ചായപ്പിടിക. വേറെ ഒന്നും കണ്ണൂർ കോക്ടെയിൽ പോയി. അപ്പൊ നമ്മള് 4 കണ്ണൂർ കോക്ടെയിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് ഡേറ്റ് ചെയ്ത് ബൈ. ഒരു ഹായ്. നമ്മുടെ വീഡിയോ എടുക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ എടുക്കുന്നുണ്ട്. പോവാണ് എന്താണെന്നറിയില്ല. പന്നൂരൊക്കെ തിരിച്ചു വന്ന് ഫോട്ടോ ഒക്കെ നല്ല കിട്ടിയിട്ടുണ്ട്. എന്താ നിങ്ങളുടെ അഭിപ്രായം ഫോട്ടോ കണ്ടിട്ട്? ഫോട്ടോ ഞാൻ കണ്ടില്ല, എന്നാലും അഭി പറഞ്ഞ നല്ലതാന്ന് പറഞ്ഞു. അഭി പറഞ്ഞാൽ പിന്നെ വേറെ മാറ്റമൊന്നുമില്ല. അതെ, ഞാൻ തന്നെയല്ലേ? ഇതാണ് അഭിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫോട്ടോ ഒക്കെ എടുത്തന്നെ. മികച്ച ക്യാമറമാൻ. അത് കാരണം 2 വീഡിയോ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോയി. 2 മിനിറ്റ് കഴിഞ്ഞപ്പോ ഓർത്തേ. അപ്പൊ നമ്മുടെ കണ്ണൂർ കോക്ടെയിൽ വന്നിട്ടുണ്ട്. ചേട്ടൻ തംസപ്പ് വാങ്ങിച്ചേ. അമല എങ്ങനെയുണ്ടാ? നീ എവിടത്തെ പിന്നെ കുടിച്ചേർന്നേ? ബാംഗ്ലൂരിലുള്ള കണ്ണൂർ കോക്ടെയിൽ ഷോപ്പാണോ? എങ്ങനെയുണ്ടാ? അതെ, അപ്പൊ ഞാനും ഒന്ന് ട്രൈ ചെയ്യട്ടെ കണ്ണൂർ കോക്ടെയില്. അതെ, ഈ ചൂടത്ത് കഴിക്കാൻ പറ്റിയ സീൻസ് ആണ്. നല്ല ഇതില് ഇറങ്ങിപ്പോണ്ട് സ്മൂത്തി ആയിട്ട്. നല്ല അടിപൊളിയാട്ടോ. മുണ്ടുമൊക്കെയായി ഗൈസ്, ആക്രാന്തം കൂടി പോയതാ. എവിടെ തിരിഞ്ഞാലും ഫുഡ് ബ്ലോഗേഴ്സോ. പങ്കമാലി തന്നെ ഒരു 100 ഒരു 50 പേരെങ്കിലുണ്ടാവും ഫുഡ് ബ്ലോഗേഴ്സ് ആയിട്ട്. പക്ഷെ നമ്മള് ഫുഡ് ബ്ലോഗ് അല്ല, നമ്മളെല്ലാം ചെയ്യും. ഫുഡ് കഴിക്കാൻ പോകുമ്പോ ഫുഡ് ബ്ലോഗ് ചെയ്യും.
ട്രിപ്പ് പോകുമ്പോ ട്രിപ്പിന്റെ വ്ലോഗ് ചെയ്യും, ഓണത്തിന്റെ വ്ലോഗ് ചെയ്യും അല്ലേ ബേ? അഴുക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഓക്കെയാണ്. അപ്പൊ ചായ കുടിക്കാൻ നമ്മൾ ആള് വന്നിട്ടുണ്ട്. ഞങ്ങളൊരു കോക്ടെയിൽ കുടിച്ചു കഴിഞ്ഞു. നിനക്ക് എന്താണ്ടേ? വിത്തൗട്ട്. അപ്പൊ നമ്മളെ വൈകി വന്ന അതിഥി കണ്ണൂർ കോക്ടെയിൽ ഞാൻ കഴിച്ചത്. എങ്ങനെയാ ഈ ഒരു വെയിലത്ത് കഴിക്കാൻ പറ്റിയ ഐറ്റം തന്നെയല്ലേ? അപ്പൊ ഇതാണ് കട ചായപ്പിടുക. അപ്പൊ നിങ്ങക്കൊക്കെ ഈ വെയിലത്തോ അല്ലെങ്കിൽ നല്ല ചൂടുള്ള സമയത്തൊക്കെ വന്ന് ഒരു കണ്ണൂർ കോക്ടെയിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് ശാന്തിയായിട്ട് വന്നിരിക്കാം. അപ്പൊ ശരി എന്നാ, ബൈ 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 ബൈ. അപ്പൊ നമ്മുടെ ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞു. അടിപൊളി ഫോട്ടോസും കിട്ടി. വന്നൊരു കോക്ടെയിലും കഴിച്ചു, കണ്ണൂർ കോക്ടെയിലും കഴിച്ചു. അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇനി വീട്ടിൽ ചെന്നിട്ട് എനിക്ക് രണ്ടാമത് ട്രിപ്പായിട്ട് ഒരു ഫോട്ടോഷൂട്ടിന് കൂടി പോകണം, ചേച്ചിനെ കൊച്ചിനെ കൊണ്ട്. അപ്പൊ ഉമ്മാരുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. അപ്പൊ ഞങ്ങളെല്ലാവരും ബൈ പറഞ്ഞ് വീട്ടിലോട്ട് പോവാണ്. ബൈ 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 ബൈ. അമ്മ കണ്ണൂരിന്റെ അക്ഷരം മതി. ആ ബൈ ബൈ. ബൈ. അടുത്ത കുറച്ച് കഴിഞ്ഞ് വീണ്ടും കാണാം. അപ്പൊ ഇടയ്ക്ക് സർപ്രൈസിംഗ് ആയിട്ട് നല്ല മഴയെ വന്നിട്ടാ. അപ്പൊ നമ്മള് തിരിച്ച് വീട്ടിലെത്തി. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നല്ല മഴയാണ്ടാ. അപ്പൊ നമുക്ക് വീട്ടിലൊരു അതിഥി ഉണ്ട്, കാണിച്ചു തരാം. അടുത്ത ഫോട്ടോഷൂട്ടിന് ഞങ്ങൾ പോണം. ഹായ് ഹായ് പറ. ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പോവാം. ഹലോ ഗായ്സ്, ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോവാണ്. പറഞ്ഞേ പറ പറ. ഞങ്ങളിപ്പോ അടുത്ത റൗണ്ട് ഫോട്ടോഷൂട്ടിന് ഇപ്പൊ പോകും. അയ്യോ പറഞ്ഞ അയ്യോ. സുന്ദരിയായില്ല സുന്ദരിയായ ഷെബുന് കുഞ്ഞാവാ. കുണ്ടൂര് പോയോ? കുണ്ടൂര് പറഞ്ഞോ? കുണ്ടൂര് പോവോ? ഷെബുവിന്റെ കൂടെ നിക്കില്ലേ? ഷെബു വരട്ടെ. അപ്പം സെക്കൻഡ് റൗണ്ട് ഫോട്ടോഷൂട്ടാണ് നിങ്ങൾ ഇനി കാണാൻ പോണത്. ചേച്ചിയും കോച്ചും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അടുത്ത ഫോട്ടോഷൂട്ടിന് വേണ്ടിട്ട്. അപ്പൊ നമ്മുടെ സെക്കൻഡ് റൗണ്ട് ഫോട്ടോഷൂട്ട് ഇവിടെ തുടങ്ങാണ്ടാ. നീയൊക്കെ സുന്ദരിയായിട്ടാണ് ഇങ്ങോട്ട് നോക്കി. നീയോ തംസപ്പ് കാണിച്ചേ. ഈ ഫോട്ടോഷൂട്ട് ഇച്ചിരി കൂടി മടിപൊടി വെറൈറ്റി പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഫോട്ടോഷൂട്ട് കേട്ടോ. പൂവൊക്കെ വാങ്ങിച്ചിട്ടുള്ള ഫോട്ടോഷൂട്ടാ, കാണിച്ചു തരാം. മുല്ലപ്പൂക്കെ ചൂടിയുള്ള ഫോട്ടോഷൂട്ടാണ്. നീയോ എന്നിട്ട് പോവാ മുല്ലപ്പൂ. അപ്പൊ നമ്മള് മുല്ലപ്പൂ അഞ്ചു ഇനി കൊച്ചിന്റെ തലയിൽ ചൂടിക്കൊണ്ടിരിക്കണ്ട ഫോട്ടോഷൂട്ടിന് വേണ്ടിട്ട്. സുന്ദരിയാവാണോ ന്യൂസേ? സുന്ദരിയാവാണ്. ഈ പൂവിന്റെ പേരെന്നിട്ടാ? ഈ കളർ എന്നിട്ടാ മുല്ലപ്പൂവിന്റെ അറിയോ? ആ യെല്ലോ കളറാണ്ടാ മുല്ലയുടെ. യെല്ലോ അല്ല, വൈറ്റ്. പറഞ്ഞേ വൈറ്റ്. ന്യൂന്റെ ഡ്രസ്സിന്റെ കളർ എന്നിട്ടാ? ഓ മമ്മൂന്റെയാ? കുഞ്ഞങ്ങയുടെ? ഓ സൂപ്പർ. കൈതാ ഗുഡ് ഗേൾ ആണ്ടാ. അപ്പൊ നമ്മള് വീണ്ടും പഴയ സ്പോട്ടിൽ തന്നെ എത്തി കേട്ടോ. പഴയ അമ്പലത്തിന് മുന്നിൽ തന്നെ എത്തി ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട്. നമ്മുടെ നീയും കൊച്ചും റെഡി ആയിട്ടുണ്ട്. അല്ല, ചേച്ചിയും നീയും റെഡി ആയിട്ടുണ്ട്. സുന്ദരി പെണ്ണായിട്ടുണ്ട് ഇല്ലേ? സുന്ദരിയായാ? ആ ഗുഡ്. അപ്പൊ നമ്മുടെ ഫോട്ടോഷൂട്ട് വീണ്ടും കഴിഞ്ഞു. പക്ഷെ വീണ്ടും മഴയായി. പക്ഷെ എന്നാലും നല്ല ഫോട്ടോസ് ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല ബാക്ക്ഗ്രൗണ്ടും നല്ല സീനറി ഒക്കെയാണ്. നീയുന്റെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ കയറാണ്. വീണ്ടും നമുക്ക് മഴ പണി തന്നു. ന്യൂസേ നല്ല ഫോട്ടോ കിട്ടിയോ? ഇല്ല. അതെന്തേ നീ ചിരിച്ചില്ലേ? ക്യാമറമാൻ പറ്റിയില്ല. ഷെബു നല്ല ഫോട്ടോ എടുത്ത് തന്നൂലോ? തന്നില്ലേ? നല്ല വീഡിയോ എടുത്ത് തന്നൂലോ? അപ്പൊ ഓണത്തിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞു. ഫ്രണ്ട്സിന്റെ കൂടെ പോയി കുറച്ച് ഫോട്ടോ എടുത്തു.
പിന്നെ നിയുവിന്റെയും ചേച്ചിയുടെയും കൂടെ പോയി ഒരു ഫോട്ടോ എടുത്തു. നല്ല ഫോട്ടോ കിട്ടിയോ നിയുവിന്? നല്ല ഫോട്ടോ ഒക്കെ ഞങ്ങൾക്ക് കുറെ കിട്ടി, വീഡിയോ എടുക്കാനും കുറെ കിട്ടി. അപ്പൊ നിയുവിന് ഓണായിട്ട് ചേട്ടന്റെ സബ്സ്ക്രൈബേഴ്സിനോട്, കുഞ്ഞങ്ങയുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയാനുള്ളത്? സബ്സ്ക്രൈബ് ചെയ്യാൻ പറ, ലൈക്ക് ചെയ്യാൻ പറ. ഇങ്ങനെ കാണിച്ചു ലൈക്ക് ചെയ്യാൻ. കട്ടണ്ട. അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ഓണം. എല്ലാവരും അടിച്ചു പൊളിക്കുക സേഫായിട്ട്. ഹാപ്പി ഓണം. നീ ഹാപ്പി ഓണം പറ. ഹാപ്പി ഓണം. ബൈ ബൈ പറ. ബൈ ബൈ ടാറ്റാ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.